കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ വരാനിരിക്കുന്ന വലിയൊരു പരിവർത്തനത്തിന്റെ സൂചനയാണ് 2026-27 ബഡ്ജറ്റിലെ ഇലക്ട്രിക് വാഹന നയങ്ങൾ. സംസ്ഥാനത്തെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനൊപ്പം പരിസ്ഥിതി സൗഹൃദമായ ഒരു ഗ്രീൻ കേരളം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യമാണ് ഈ പ്രഖ്യാപനങ്ങൾക്ക് പിന്നിലുള്ളത്. കേരളത്തിലെ റോഡുകളിൽ നിത്യവും കാണുന്ന ഓട്ടോറിക്ഷകൾ നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. എന്നാൽ വർദ്ധിച്ചു വരുന്ന ഇന്ധന വിലയും ഉയർന്ന പരിപാലന ചിലവും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്കായി പ്രത്യേക പാക്കേജ് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത്. ഇത് വെറും ഒരു സാമ്പത്തിക സഹായമല്ല, മറിച്ച് കേരളത്തിന്റെ ഗതാഗത സംസ്കാരത്തെ ആധുനികവൽക്കരിക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ്. ബഡ്ജറ്റിലെ ഏറ്റവും വിപ്ലവകരമായ പ്രഖ്യാപനം പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ മാറ്റി പുതിയ ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങുന്നവർക്ക് നൽകുന്ന 40,000 രൂപയുടെ ക്രോപ്പേജ് ബോണസ് ആണ്. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ പരിസ്ഥിതിക്ക് വലിയ ദോഷമുണ്ടാക്കുന്നുണ്ട്. ഇത്തരം പഴയ വാഹനങ്ങൾ പൊളിച്ചു നീക്കാൻ തൊഴിലാളികളെ പ്രേരിപ്പിക്കുക വഴി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രാഥമിക സാമ്പത്തിക ഭാരം ഈ ബോണസിലൂടെ കുറയുന്നു. ഒരു പഴയ വാഹനം ഒഴിവാക്കി പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മാറ്റുന്നതിന് സർക്കാർ നൽകുന്ന വലിയൊരു പ്രോത്സാഹനമാണിത്. ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ സ്വന്തമാക്കാൻ ഏകദേശം 2.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ ചിലവ് വരാം. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഇത് വലിയൊരു തുകയാണ്. ഈ കടമ്പ കടക്കാൻ സഹായിക്കുന്നതാണ് ബഡ്ജറ്റിലെ വായ്പാ പലിശ ഇളവ്. ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങുന്നതിനായി എടുക്കുന്ന ബാങ്ക് വായ്പയുടെ പലിശ നിരക്കിൽ 2% ഇളവ് സർക്കാർ നൽകും. ഈ തുക സർക്കാർ നേരിട്ട് ബാങ്കുകൾക്ക് സബ്സിഡിയായി നൽകുന്നതിലൂടെ തൊഴിലാളികളുടെ പ്രതിമാസ തിരിച്ചടവ് ഗണ്യമായി കുറയും. ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ 20 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. ഇതിലൂടെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് കുറഞ്ഞ ചെലവിൽ ഉടമസ്ഥാവകാശം നേടാൻ സാധിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി ചാർജിംഗ് സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവാണ്. ഇതിന് പരിഹാരമായാണ് സംസ്ഥാനത്തെ 5000-ഓളം അനൗദ്യോഗിക ഓട്ടോ സ്റ്റാൻഡുകളെ സ്മാർട്ട് മൈക്രോ ഹബ്ബുകളായി മാറ്റുന്നത്. ഹരിത ഊർജ്ജത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ ഹബ്ബുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കും. ഇതിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് ഓട്ടോറിക്ഷകൾ ചാർജ് ചെയ്യാം. ഇത് ചാർജിംഗ് ചെലവ് വീണ്ടും കുറയ്ക്കാൻ സഹായിക്കും. ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് പുറമെ തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം, കുടിവെള്ളം, ഡിജിറ്റൽ ബോർഡുകൾ എന്നിവയും ഇത്തരം ഹബ്ബുകളിൽ സജ്ജീകരിക്കും. ഈ പശ്ചാത്തല സൗകര്യം വികസനത്തിനായി മറ്റൊരു 20 കോടി രൂപ കൂടി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഒരു പെട്രോൾ ഓട്ടോറിക്ഷയും ഇലക്ട്രിക് ഓട്ടോറിക്ഷയും തമ്മിൽ വരുമാന വ്യത്യാസം വളരെ വലുതാണ്. പെട്രോളിനായി ദിവസം 400 മുതൽ 500 രൂപ വരെ ചിലവാക്കുന്ന ഒരു തൊഴിലാളികൾക്ക് ഇലക്ട്രിക് ഓട്ടോയിൽ വെറും 40 മുതൽ 50 രൂപയുടെ വൈദ്യുതി കൊണ്ട് സമാനമായി ദൂരം ഓടാൻ സാധിക്കും. ഇലക്ട്രിക് വാഹനങ്ങളിൽ എഞ്ചിൻ, ഗിയർ ബോക്സ് തുടങ്ങിയ സങ്കീർണമായ ഭാഗങ്ങൾ ഇല്ലാത്തതിനാൽ അറ്റകുറ്റപ്പണി ചെലവ് വളരെ കുറവാണ്. ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല എന്നതും ലാഭകരമാണ്. ഈ ലാഭം ഒരു സാധാരണ തൊഴിലാളിയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഇന്ധനവില വർധനവിനെ അവരുടെ വരുമാനത്തെ ബാധിക്കില്ല എന്ന വലിയൊരു ആശ്വാസം ഇതിലൂടെ ലഭിക്കുന്നു. ഗ്രീൻ കേരള എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണിത്. നഗരങ്ങളിൽ ഓടുന്ന ആയിരക്കണക്കിന് ഓട്ടോറിക്ഷകൾ പുക പുറത്തുവിടുന്നത് അവസാനിപ്പിച്ചാൽ നഗരങ്ങളിലെ വായുവിന്റെ ഗുണമേന്മ വർദ്ധിക്കും. ഇലക്ട്രിക് ഓട്ടോകൾക്ക് ശബ്ദം വളരെ കുറവായതിനാൽ നഗരങ്ങളിലെ ശബ്ദ മലിനീകരണത്തിലും വലിയ കുറവുണ്ടാകും. ഇത് പൊതുജനാരോഗ്യത്തിന്, പ്രത്യേകിച്ച് ഹൃദ്രോഗം, സ്ട്രെസ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കും. ബഡ്ജറ്റ് കേവലം വാഹനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അസംഘടിത മേഖലയിലെ ഈ തൊഴിലാളികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള നിർദ്ദേശങ്ങളും ഇതിലുണ്ട്. അപകട ഇൻഷുറൻസിന് പുറമെ ആരോഗ്യ ഇൻഷുറൻസിലും ഓട്ടോ തൊഴിലാളികൾക്ക് പ്രത്യേക പരിഗണന നൽകും. ക്ഷേമനിധി വഴി ലഭ്യമാകുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ധനമന്ത്രി ഉറപ്പു നൽകി. വിദേശ രാജ്യങ്ങളിലെ മാതൃകയിൽ കേരളത്തിലെ ഗതാഗത രംഗവും പൂർണ്ണമായും സ്മാർട്ട് ആകാൻ പോവുകയാണ്. ഇലക്ട്രിക് ഓട്ടോകളെ GPS സംവിധാനമായി മൊബൈൽ ആപ്പുകളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ യാത്രക്കാർക്കും തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന സ്മാർട്ട് ഗതാഗത സംസ്കാരം കേരളത്തിൽ രൂപപ്പെടും. ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ച ഈ പദ്ധതികൾ കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഒരു പുതിയ പ്രഭാതമാണ് വാഗ്ദാനം ചെയ്യുന്നത്. 40,000 രൂപയുടെ ബോണസും പലിശ ഇളവും സ്മാർട്ട് ഹബ്ബുകളായി ചേരുമ്പോൾ ഈ മേഖലയിൽ തൊഴിലാളികൾക്ക് അന്തസ്സോടെയും ലാഭകരമായും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നു. ഇത് കേരളത്തിന്റെ ഗതാഗത മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നതിൽ സംശയമില്ല. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ പോർട്ടൽ വഴിയോ അതല്ലെങ്കിൽ കേരള ഗതാഗത വകുപ്പ് പ്രത്യേകം തയ്യാറാക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ ആയിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. സ്ക്രോപ്പേജ് ബോണസ് ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി നിങ്ങളുടെ 15 വർഷത്തിലധികം പഴക്കമുള്ള പഴയ ഓട്ടോറിക്ഷ അംഗീകൃത സ്ക്രോപ്പിംഗ് സെന്ററിൽ പൊളിക്കാൻ നൽകണം. അവിടെ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് പുതിയ ഇലക്ട്രിക് ഓട്ടോ വാങ്ങുമ്പോൾ ഹാജരാക്കിയാൽ ബോണസ് തുക നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ്. സർക്കാർ എംപാനൽ ചെയ്തിട്ടുള്ള പൊതുമേഖലാ ബാങ്കുകൾ വഴിയോ സഹകരണ ബാങ്കുകൾ വഴിയോ വായ്പ എടുക്കുന്നവർക്കാണ് ഈ ഇളവ് ലഭിക്കുക. വായ്പ എടുക്കുന്ന സമയത്ത് തന്നെ ഗതാഗത വകുപ്പിന്റെ പ്രത്യേക ഫോം പൂരിപ്പിച്ച് നൽകിയാൽ സബ്സിഡി തുക ബാങ്കിലേക്ക് സർക്കാർ നേരിട്ട് കൈമാറുന്നതാണ്.